നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ അടുത്തൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്ലാസ് 11 അക്കൗണ്ടൻസിയിലെ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായ കുറെ ആശയങ്ങളിലൂടെ നമ്മൾ പഠിച്ചു പോവുകയാണ്. പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങിലെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഇതിൽ പഠിക്കുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ, ബുക്കുകൾ തയ്യാറാക്കുമ്പോൾ, അക്കൗണ്ട്സുകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട, ഓർത്തിരിക്കേണ്ട വളരെ വിലപിടിപ്പുള്ള കുറച്ച് തത്വങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി എന്താണ് നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഏതൊരു പ്രിൻസിപ്പിൾ ആയാലും അതിന് പുറകിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ വളരെ ശ്രദ്ധയോടെ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെ അക്കൗണ്ടിങ്ങിലും നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ കണക്കുകൾ രേഖപ്പെടുത്തുമ്പോഴും നമ്മൾ അങ്ങനെയുള്ള കുറച്ച് തത്വങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തെറ്റൊന്നും കൂടാതെ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് നമ്മളെ സഹായിക്കും. അപ്പോൾ അങ്ങനെയുള്ള കണക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യമായി നമുക്ക് എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഒരു സ്ഥാപനത്തിനെ കുറിച്ചുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വളരെ മീനിങ് ആയിട്ട്, വളരെ അർത്ഥവത്തായിട്ട് മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിന് വേണ്ടി അക്കൗണ്ടുകൾ തയ്യാറാക്കുമ്പോൾ അതിനെ റെക്കോർഡ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, അങ്ങനെയുള്ള അക്കൗണ്ടുകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ അതിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ ആ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ്, തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ അക്കൗണ്ടുകളും തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള അക്കൗണ്ടുകളെയാണ് നമ്മളിവിടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഒരു സെന്റൻസ് ഓർത്തിരിക്കുക. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ദ റൂൾസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ദി റൂൾസ് ഓഫ് ആക്ഷൻ ഓർ കണ്ടക്ട് അഡോപ്റ്റഡ് ബൈ അക്കൗണ്ടൻസ് യൂണിവേഴ്സലി വൈൽ റെക്കോർഡിംഗ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. അപ്പോൾ ലോകത്ത് എമ്പാടും എല്ലാ ഭാഗത്തും അക്കൗണ്ടന്മാർ കണക്കുകൾ രേഖപ്പെടുത്തുമ്പോൾ, ബിസിനസിന്റെ കണക്കുകൾ ഇങ്ങനെ ചിട്ടയോടെ രേഖപ്പെടുത്തുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന തത്വങ്ങളെ, റൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ലോകത്തെമ്പാടും ഇത് ഒരുപോലെ ഫോളോ ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. ലോകത്തെമ്പാടും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. അവ ഏതൊക്കെയാണെന്നുള്ളത് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ മനസ്സിലാക്കും. അതിനു മുമ്പായിട്ട് ഞാൻ പറഞ്ഞ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് അങ്ങനെ ഒരു തത്വം, ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെടുന്ന ഒരു തത്വം ഉണ്ടായത് എന്നുള്ള ഒരു ചെറിയ അനിമേറ്റഡ് സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കൂട്ടുകാർക്ക് ഈ ഒരു കഥയിലേക്ക് സ്വാഗതം. Hi, I am Ching Chong Chong from Europe. I would like to say the story of birth of GAAP, Generally Accepted Accounting Principles. It was a story of long years back. Once there was a king in Europe who was very famous due to his ruling. He given importance to the all-round development of the people in his kingdom. Every time he thought and planned policies for the development of his country. Lots of experienced ministers are there in his ministry. Every minister supported their king for bringing advanced facilities to the country. He was also very happy due to the support of ministers. Everyone was very happy in his ruling. Only because he was a good leader, he approached everyone very democratically. The rules framed by him in the country helped to vanish all type of illegal activities in the country. He given a warm welcome to all traders coming from other countries too. They sold their products very freely under his rule. Though the ministers are excellent in their performance, they are unable to control the flow of cash from the ministry. All the intelligent and highly experienced persons tried to stop the phenomenon of overuse of cash
when they are collecting products from the traders of other countries. They are unhappy on this situation. The different types of techniques used by the traders to collect cash for each sale disturbed the king. They also used different ways of procedure to record the transactions. They exploited the people and earned maximum cash from the kingdom. King was totally disturbed due to the untrustworthy activity of these sellers. At the same time, he was not able to solve this problem. So he approached every scholar of the world to advise a good solution for this problem. When he approached a mathematician in southern part of India, he given an advice for the solution of this problem. King was satisfied with that solution and he returned to home with happy mind and pleasure. After returning to his home country, King called a meeting of all the ministers of his kingdom. Then he discussed the solution advised by the mathematician from India. All the ministers accepted the solution and passed a rule in the meeting and named the rule GAAP, Generally Accepted Accounting Principles. It must be followed by that traders who exploited the people of that kingdom. All the transactions must be recorded using that principles framed by the ministers of kingdom. GAAP brought uniformity in recording all the business transactions. After the birth of that GAAP, the king was so happy because he got a good amount of tax from that traders. Dear friends, in this way, the rules of accounting are emerged. After that, long years back, lot of academicians and thinkers, scholars from different part of the world modified all the accounting principles according to the changing business environment and transactions. So, we are following in global way the accounting standards framed by the peoples, maybe the practitioners like accountants from various different business areas, maybe from different world parts of the world following these type of accounting rules to bring uniformity in all the transactions and to bring it useful to the users of accounting information. Thank you. അപ്പോൾ കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് വന്നത്. എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കഥയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ പൊതുവായിട്ട് ഒരു മാനദണ്ഡം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തിയപ്പോൾ ഇല്ലായിരുന്നു. അതിനെ വളരെ ചിട്ടയോടും അടുക്കോടും കൂടി കുറെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ പ്രൊഫഷണൽസ്, അതിലെ പണ്ഡിതന്മാർ തയ്യാറാക്കിയെടുത്ത ഒരു കാര്യമാണ് ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് നമ്മൾ പറയും. GAAP, ഗ്യാപ്പ്. അപ്പോൾ ഇത് ഇവിടെ പറയുന്നുണ്ടോ, ഇറ്റ് റെഫേഴ്സ് ടു ദ റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് അഡോപ്റ്റഡ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ in order to bring uniformity in the preparation and the presentation of financial statements. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് പ്രൊസീജിയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ റൂൾസ് ആണ്, കുറേ നിയമ നടപടിക്രമങ്ങളാണ് ട്രാൻസാക്ഷൻസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഒരു ദിവസം നടന്ന സാധനങ്ങൾ വാങ്ങിച്ചതായാലും വിറ്റതായാലും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നതിനും അതുവഴി നമുക്ക് കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിനും പ്രിപ്പയർ ചെയ്യുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്ന കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ജനറലി അക്സെപ്റ്റഡ് എന്ന് പറയാൻ കാരണം ഇവിടെ പറയുന്ന പോലെ ഒരു യൂണിഫോമിറ്റി എല്ലായിടത്തും, അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും വടക്കൻ അമേരിക്കയിലായാലും ആഫ്രിക്കൻ കൺട്രീസിലായാലും എവിടെയായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും
ഒരുപോലെ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്ത് ഒരുപോലെ വിലയിരുത്തുന്നതിന് സഹായിക്കുന്നത് നമ്മുടെ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്താണെന്നുള്ളത് മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം, ഓർമ്മയിൽ വരുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്റ വാചകമാണ്. The statements which shows the rules and regulations to be followed in recording and preparing books of accounts. നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ കണക്കുകൾ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ തത്വങ്ങളെയാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് ഈ പറയുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നും ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നും പറയുന്നത്. നമുക്കിനി ഓരോന്നായിട്ട് നോക്കേണ്ടതുണ്ട്. അതിനു മുമ്പായിട്ട് കുറച്ച് ഫീച്ചേഴ്സ്, ഒരു 3 കാര്യങ്ങൾ, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത് പറയുന്ന കാര്യം, ഇത് മാൻ മെയ്ഡ് എന്നാണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ മാൻ മെയ്ഡ്. മനുഷ്യനുണ്ടാക്കിയ ഒരു കാര്യമാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇവിടെ ദൈവമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്യഗ്രഹ ജീവികളോ നൽകിയതല്ല, മറിച്ച് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസിൽ നിലനിന്നിരുന്ന തത്വങ്ങളെ മോഡിഫൈ ചെയ്ത് ബിസിനസ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ വ്യക്തികൾ, ലൂക്ക പെർസിയെ പോലെയോ അല്ലെങ്കിൽ ചാണക്യയെ പോലുള്ള വലിയ വലിയ വിദഗ്ധന്മാരുടെ ആശയങ്ങളെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് അതിന് രൂപാന്തരം വരുത്തി ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് മാൻ മെയ്ഡ് ആണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ ആണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന രീതി അല്ല ഇവിടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്. ഒത്തിരി മാറ്റങ്ങൾ വന്നു. പണ്ട് ഇത് ക്ലേ ടാബ്ലറ്റിലും ഇലയിലും പനയോലയിലും എല്ലാം രേഖപ്പെടുത്തിയിരുന്നത്. ഇന്ന് അതിന് മാറ്റം വന്ന് ബുക്കുകളിലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് മാറിയ കാലമാണ്. അതുപോലെ തന്നെ റൂൾസിലും ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഫ്ലെക്സിബിൾ ഇൻ നാച്ചർ എന്ന് പറയാം. അവസാനമായി പറയാനുള്ളത്, ഇത് ജനറലി അക്സെപ്റ്റഡ് ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റഡ് ആണ്. ഈ ലോകത്തെമ്പാടും എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഈ പറയുന്ന പൊതുതത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ കൈനീട്ടി സ്വീകരിച്ചിട്ടുള്ള തത്വങ്ങളാണ്, ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. അതുകൊണ്ടാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് അതിന്റെ പ്രത്യേകതകൾ. നമുക്ക് ഇനി ഓരോന്നായി ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, കൂട്ടുകാരെ, നമ്മുടെ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഓരോന്നും ചില അസംഷൻസിന്റെ, ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. എന്നിരുന്നാലും നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഓരോ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്. സോ ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. സോ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആർ റെഫേർഡ് ടു ആസ് ദ ഫണ്ടമെന്റൽ ഐഡിയ ഓർ ബേസിക് അസംഷൻസ് അണ്ടർലൈൻ ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ അടിസ്ഥാനമായിട്ടുള്ള കുറെ വിവരങ്ങൾ, ഐഡിയാസ്, ഇൻഫർമേഷൻസ്, അത് പലതും ബേസിക് അസംഷൻസ് ആണെന്നാണ് പറയുന്നത്. ചില ആൾക്കാരുടെ, പ്രത്യേകിച്ച് പണ്ട് കാലങ്ങളിൽ ബിസിനസ് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരുടെ ചില ചിന്തകളാണ്. അതിനെ മോഡിഫൈ ചെയ്താണ് അക്കൗണ്ടിങ്ങിൽ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇന്ന് ഉപയോഗിക്കുന്ന പ്രാക്ടീസിൽ ഉപയോഗിക്കുന്ന പല റൂൾസും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ചില ഫണ്ടമെന്റൽ ഐഡിയാസിന്റെ അല്ലെങ്കിൽ അസംഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള അസംഷൻസിനെ എല്ലാം അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് ചിന്തിച്ച് മോഡിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഓരോ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ. നമുക്ക് വളരെ വിശദമായിട്ട് ഓരോ കൺസെപ്റ്റും നോക്കാം. ആദ്യത്തെ കൺസെപ്റ്റ് ഇവിടെ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 13ഓളം കൺസെപ്റ്റുകളാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്നാമത്തെ കോൺസെപ്റ്റിന്റെ പേര് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നാണ്. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ഉണ്ട്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഉണ്ട്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് ഉണ്ട്, അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് ഉണ്ട്, കോസ്റ്റ് കോൺസെപ്റ്റ് ഉണ്ട്, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കൺസർവേറ്റിസം കോൺസെപ്റ്റ്, റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. ഇങ്ങനെ ഏകദേശം 13ഓളം അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പഠിക്കുക എന്നല്ല, മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട, ഒരു ബിസിനസ് മാൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമൺ ആകുമ്പോൾ, ഓണ്ടർപ്രണർ ആകുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറെ റൂൾസ് ആണ് ഓരോ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കുക. ഓരോന്നും പറയുമ്പോൾ നിങ്ങൾ സ്വയം ഒരു ബിസിനസ് ചെയ്യുന്ന ആളായിട്ട്,
ഒരു വ്യക്തിയായിട്ട് മാറുക. എങ്കിൽ മാത്രമേ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റായ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിലേക്ക് കിടക്കുകയാണ്. എൻറ്റിറ്റി എന്ന വാക്കിനർത്ഥം മറ്റൊന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുക എന്നുള്ളതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നതും അത് തന്നെയാണ്. ഒരു സ്ഥാപനത്തിന്റെ കണക്കുകൾ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ, ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ, എപ്പോഴും നമ്മൾ തയ്യാറാക്കുന്ന ബുക്ക് ഒരിക്കലും ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ഓണറിൻ്റെതല്ല, മറിച്ച് ആ സ്ഥാപനത്തിന്റെ കണക്കുകളാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. കാരണം ആ ബിസിനസ്സും ആ ബിസിനസ് ഫേമും അതിന്റെ ഓണറും രണ്ടും രണ്ട് വ്യക്തികളാണ്, സെപ്പറേറ്റ് എൻറ്റിറ്റികളാണ്, സെപ്പറേറ്റ് ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പൊ നോക്കുമ്പോൾ സെപ്പറേറ്റ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക വ്യക്തിത്വം. ആ വ്യക്തിയുടെ ഓണർ, ആ സ്ഥാപനത്തിന്റെ ഓണർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പേഴ്സൺ ആണ്. അതേസമയം ആ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ രണ്ടും രണ്ടാണ്. അതാണ് ഇവിടെ പറയുന്ന ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ദ കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ബിസിനസ് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. എപ്പോഴും ബിസിനസ് സ്ഥാപനവും ബിസിനസിന്റെ ആ ഒരു സ്ഥാപനത്തിന്റെ ഓണറും രണ്ടും രണ്ടാണ്. സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അതേസമയം ആ ഓണർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പേഴ്സൺ ആണ്. നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരിക്കലും ആ ഓണറിന്റെ അക്കൗണ്ട് അല്ല, മറിച്ച് സ്ഥാപനത്തിന്റെ ആണ്. കാരണം ആ സ്ഥാപനത്തിന് ഒരു പ്രത്യേക പേരുണ്ടായിരിക്കും, അത് ഓണറിന്റെ പേരായിരിക്കണമെന്നില്ല, മറിച്ച് ആ സ്ഥാപനത്തിന് രജിസ്റ്റേർഡ് ഒരു അസോസിയേഷൻ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നുള്ള ഒരു രജിസ്റ്റേർഡ് അസോസിയേഷൻ വഴി അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റി വഴി രജിസ്ട്രേഷൻ കിട്ടിയ ഒരു പ്രത്യേക തലക്കെട്ട് കിട്ടിയ ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അത് അതിന്റെ ഓണറിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും ഇവിടെ പറയുന്നുണ്ട്, ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി ബിസിനസ്, നോട്ട് ഓണേഴ്സ്. നമ്മൾ എപ്പോഴും അക്കൗണ്ടുകളിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിന്തിക്കേണ്ട രീതി, ഞാനൊരു ബിസിനസ് ഓണർ ആണെന്നല്ല, മറിച്ച് എൻ്റെ ബിസിനസിന്റെ കണക്കാണ് രേഖപ്പെടുത്തുന്നത്, ഓണറിന്റെ കണക്കല്ല എന്നുള്ള രീതിയിൽ വേണം ചിന്തിക്കാൻ. ആ സ്ഥാപനത്തിന് എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ കുറച്ച് ഫർണിച്ചറോ അല്ലെങ്കിൽ കുറച്ച് അസറ്റ് മെഷീനറി വാങ്ങിച്ചു. അപ്പോൾ ഓണർ വാങ്ങിച്ചത് തന്നെയാണ്, പക്ഷേ സ്ഥാപനത്തിനാണ് വാങ്ങിച്ചത്. സ്ഥാപനത്തിന്റെ ക്യാഷ് എടുത്തിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്, സ്ഥാപനത്തിലെ ക്യാപിറ്റൽ ഉപയോഗിച്ചാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ഥാപനത്തിന് എന്ത് സംഭവിച്ചെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ സ്ഥാപനത്തിന്റെ കുറച്ച് കാശ് പോയി, കാശ് ഡിക്രീസ് ചെയ്തു. അതേസമയം കുറച്ച് ഫർണിച്ചർ, മറ്റൊരു അസറ്റ് ആണ്, ഫിക്സഡ് അസറ്റ് ആണ്, അത് സ്ഥാപനത്തിന് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന് കുറച്ച് കാശ് പോയി, അതേസമയം ആ സ്ഥാപനത്തിന് കുറച്ച് ഫർണിച്ചർ കിട്ടി അല്ലെങ്കിൽ മെഷീനറി കിട്ടി. അപ്പോൾ ഇവിടെ പറയുന്നത് അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബിസിനസിന്റെ ഫേമിന്റെ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്, മറിച്ച് എന്തിന്റെ അല്ല, ആരുടെ അല്ല, ഓണറിന്റെ അല്ല. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. കൂട്ടുകാരെ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണ്, ആ സ്ഥാപനത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. രണ്ടാമത്തെ കോൺസെപ്റ്റ് പറയുന്നത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്നാണ്. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പറയുന്നത് സ്ഥാപനത്തിലെ ഓരോ ട്രാൻസാക്ഷനെയും നമ്മൾ പണത്തിന്റെ രൂപത്തിൽ വേണം മെഷർ ചെയ്യാൻ, അളക്കാൻ. ഓരോ ട്രാൻസാക്ഷനും എന്തു വാങ്ങിച്ചു അല്ലെങ്കിൽ എന്തു വിറ്റു എന്നതിലല്ല, എത്ര രൂപയുടെ സാധനം വാങ്ങിച്ചു, എത്ര രൂപയുടെ മെറ്റീരിയൽ വാങ്ങിച്ചു, എത്ര രൂപയുടെ ഗുഡ്സ് നമ്മൾ വിറ്റു, എന്തു വിറ്റു എന്നല്ല, മറിച്ച് എത്ര രൂപയുടെ ഗുഡ്സ് വിറ്റു അല്ലെങ്കിൽ എത്ര രൂപയുടെ ഫർണിച്ചർ വിറ്റു, എത്ര രൂപയുടെ പ്രോഡക്ട്സ് നമ്മൾ സോൾഡ് ഔട്ട് ചെയ്തു എന്നുള്ളതിനാണ് പ്രാധാന്യം. കാരണം ഒരു വർഷത്തിന്റെ അവസാനം നമ്മൾ കണക്കുകളെല്ലാം നോക്കുമ്പോൾ നമുക്ക് അറിയേണ്ടത് എന്താണ്? എത്ര രൂപയുടെ വരുമാനമുണ്ട്, എത്ര രൂപ ചെലവായി, അത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ലാഭമോ നഷ്ടമോ എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെ ട്രാൻസാക്ഷൻ ഉണ്ടായാലും അതിനെ പണത്തിന്റെ രൂപത്തിൽ അളക്കുക എന്നുള്ളതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ദ കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവന്റ്സ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ monetary terms are recorded in the books of accounts.
അപ്പോൾ പണത്തിന്റെ രൂപത്തിൽ നമുക്ക് അതിപ്പോ ക്യാഷ് ട്രാൻസാക്ഷൻ ആക്കാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആക്കാം. പക്ഷെ അവിടെ എത്ര രൂപയുടെ സാധനമാണ്, പ്രോഡക്റ്റ് ആണ് വിറ്റത് അല്ലെങ്കിൽ വാങ്ങിയത് എന്നുള്ളതാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. വളരെ വ്യക്തമാണ്. ഒരു വർഷം നമ്മൾ കുറെ സാധനങ്ങൾ വിറ്റു, കുറെ മെറ്റീരിയൽസ് വിറ്റു, കുറെ പ്രോഡക്ട്സ് വിറ്റു എന്ന് പറയുന്നതിനെക്കാളും അവസാനം കൺഫ്യൂഷനാണ്. ആ അവസാനം നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ കാശ് എത്ര രൂപ വന്നു, എത്ര രൂപ പോയി എന്നുള്ളതിന് കണക്കില്ല. മറിച്ച് ഈ പറയുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എത്ര രൂപ നമുക്ക് റവന്യൂ ആയിട്ട് കിട്ടി, എത്ര രൂപ നമുക്ക് നഷ്ടം വന്നു അല്ലെങ്കിൽ ചെലവായി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. തേർഡ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുന്നത് ഞാനും നിങ്ങളുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസം തുടങ്ങി അടുത്തൊരു ദിവസം അവസാനിപ്പിക്കാനല്ല, മറിച്ച് അത് ഒരു ദീർഘകാലയളവിലേക്ക് കൊണ്ടുപോകാനാണ്, തുടർന്ന് കൊണ്ടുപോകാനാണ്. ആ വാക്ക് പറയുന്നത് പോലെ ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇംഗ്ലീഷിലെ ടെൻസ് നോക്കുകയാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ബിസിനസ് എന്ന് പറയുന്നതും അങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രവർത്തനമാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും നമ്മുടെ ബിസിനസ് ഇങ്ങനെ തുടർച്ചയായിട്ട് റൺ ചെയ്യും, നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ബിസിനസിന്റെ പ്രവർത്തനം കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും, തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കും എന്നുള്ള ചിന്തയിലായിരിക്കണം നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വേണം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അടുത്തൊരു കോൺസെപ്റ്റ് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ റൂൾസ് നമ്മൾ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അത് സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് മാർച്ച് മാസത്തിന്റെ അവസാനമാണ്. ആ മാർച്ച് മാസത്തിലായിരിക്കും അദ്ദേഹം അവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അപ്പോ അവതരിപ്പിക്കുന്നതിനുള്ള പ്രത്യേകത, ഒരു വർഷത്തിന്റെ അവസാനം ഈ മാർച്ചിലായിരിക്കും കൂടുതലും ഗവൺമെന്റിൽ നിന്നുള്ള ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, ഗവൺമെന്റിലേക്ക് കിട്ടേണ്ട ടാക്സുകളൊക്കെ കിട്ടുന്നത്. പല ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ടാക്സ് കിട്ടാനുണ്ടായിരിക്കും. അതൊക്കെ കിട്ടുന്നത് ഈ മാർച്ച് അവസാനത്തോടെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് അടുത്ത വർഷം, അടുത്ത ഒരു ഇയർ എങ്ങനെ റൺ ചെയ്യണം, എത്ര രൂപ ഓരോരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ശരിയല്ലേ? അപ്പോ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഒരു ബിസിനസ്സിന് ഒരു പ്രത്യേക പീരീഡ് ഉണ്ട്. ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പീരീഡ് ഉണ്ട്. അതിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ലോകത്തെമ്പാടും ഫോളോ ചെയ്യുന്നത് ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 തീരുന്ന ഒരു അക്കൗണ്ടിങ് പീരീഡ് ആണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് 12 മാസം ഉൾപ്പെടും. ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 തീരുന്നതാണ്. അപ്പോൾ മാർച്ച് 31 ആകുമ്പോഴേക്കും അതുവരെ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ഥാപനത്തിന് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് കണ്ടെത്തുന്നു. അതിനെയാണ് ഇവിടെ പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുപോലെ അല്ലെങ്കിൽ മറ്റുള്ള ചില സ്ഥാപനങ്ങൾ, വളരെ ചുരുക്കം സ്ഥാപനങ്ങൾ മാത്രമാണ് ജാനുവരി മുതൽ ഡിസംബർ 31 വരെയുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അല്ലെങ്കിൽ അതിനെ ഒരു അക്കൗണ്ടിങ് പീരീഡ് ആയിട്ട്, ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട്, പരിഗണിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതും ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതൊക്കെ കണക്കാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 2 അക്കൗണ്ടിങ് പീരീഡ് ആണ് ഫോളോ ചെയ്യുന്നത് ബിസിനസ് പീപ്പിൾ. പക്ഷെ 90% ആൾക്കാർ ഫോളോ ചെയ്യുന്നത് 1 ഏപ്രിൽ, ഒരു വർഷത്തിന്റെ ഏപ്രിലിൽ തുടങ്ങി. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1 ഏപ്രിൽ 2020 മുതൽ അടുത്ത 31 മാർച്ച് 2021 വരെയുള്ള ഫിനാൻഷ്യൽ ഇയർ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള ട്രാൻസാക്ഷൻ, അതിനകത്ത് വരുന്ന ട്രാൻസാക്ഷൻസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കുന്നത്. അതിന് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. അല്ല എങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്നും പറയാറുണ്ട്. സ്വാഭാവികമായിട്ടും 1 ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെയോ അല്ലെങ്കിൽ 1 ജാനുവരി മുതൽ 31 ഡിസംബർ വരെയുള്ള കാലയളവാണ് അക്കൗണ്ടിങ് പീരീഡ്. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തൊരു കോൺസെപ്റ്റ് പറയുന്നത് കോസ്റ്റ് കോൺസെപ്റ്റ്. കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ചെലവായ തുക. ഒരു സാധനം, ഒരു അസറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വാങ്ങിക്കുന്നതിന് വേണ്ടി ചിലവായ തുക. അപ്പൊ ഞാനൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പുതുതായിട്ട് ഒരു മെഷീൻ
എല്ലാ കാര്യങ്ങളും ആ മെഷീൻ തന്നെ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് പാക്കേജ് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുതിയ മെഷീൻ ഞാൻ വാങ്ങിച്ചത് ബോംബെയിൽ നിന്നാണ് വാങ്ങിച്ചത്. ബോംബെയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അതിന് അവിടുത്തെ വില 10 ലക്ഷം രൂപയാണ്. ആ 10 ലക്ഷം രൂപ വിലയുള്ള അസറ്റ് എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് എത്തിക്കണമെങ്കിൽ അതിന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആവും. അതിന്റെ ഭാഗങ്ങൾ ലോഡ് ചെയ്ത് ട്രെയിനിലോ അല്ലെങ്കിൽ ഷിപ്പിലേക്കോ മാറ്റുന്നതിന് ലോഡിംഗ് ചാർജ് ആകും. അതോടൊപ്പം തന്നെ ഒത്തിരി എക്സൈസ് ഡ്യൂട്ടി, അങ്ങനെ കസ്റ്റംസ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ചാർജസ് ആകും. അത് ട്രിവാൻഡ്രത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ അൺലോഡ് ചെയ്യുന്നതിന് ചാർജ് ആകും. അതുപോലെ തന്നെ ആ മെഷീൻ അങ്ങനെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. കുറച്ച് മാസങ്ങൾ എടുത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടായിരിക്കും അതിനെ കറക്റ്റ് ആയിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നത്. അപ്പൊ അതുവരെ ഞാൻ ഇതിനു വേണ്ടി ചിലവാക്കിയ തുക 10 ലക്ഷം മാത്രമല്ല, അതിനോടൊപ്പം ഏകദേശം ഒരു 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ ആയെന്ന് കരുതുക. അതുകൂടെ ചേർത്ത പ്രൈസാണ് ആ മെഷീന്റെ വില, അല്ലാതെ 10 ലക്ഷം അല്ല എന്നുള്ളതാണ്. എന്റെ ബിസിനസിന്റെ ബുക്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അസറ്റ് പർച്ചേസ്ഡ് അല്ലെങ്കിൽ മെഷീൻ പർച്ചേസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതേണ്ടത് 12 ലക്ഷമല്ല, മറിച്ച് എന്താണ് 12 ലക്ഷമാണ്, മറിച്ച് എന്തല്ല 10 ലക്ഷമല്ല. അതിന്റെ ഒറിജിനൽ പ്രൈസ് അല്ല, മറിച്ച് അതിനോടൊപ്പം വന്ന ഈ പറഞ്ഞ എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, ലോഡിംഗ് ചാർജസ്, അൺലോഡിംഗ് ചാർജസ്, ഇൻസ്റ്റലേഷൻ ചാർജസ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇതെല്ലാം ചേർത്തിട്ടുള്ള തുകയാണ് കാണിക്കാൻ. ഇല്ല എങ്കിൽ അതെനിക്ക് നഷ്ടമായിട്ടാണ്, ലോസ് ആയിട്ടാണ് വരിക. മറിച്ച് ഇത് ചെലവായ തുക എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഈ അസറ്റിന്റെ വിലയോടൊപ്പം കാണിക്കുക. അപ്പൊ അത്രയും രൂപ കൊടുത്തിട്ടാണ് ഞാൻ ആ അസറ്റിനെ റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയത്. അതാണ് കോസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, all assets are recorded in the books of accounts at the purchasing price, which includes the purchase price plus cost of acquisition, transportation cost and installation. ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള മറ്റ് എക്സ്പെൻസസും വരാറുണ്ട്. ആ എക്സ്പെൻസ് കൂടെ ചേർത്തിട്ടുള്ള തുകയാണ് എൻ്റെ ബുക്കിൽ ഞാൻ രേഖപ്പെടുത്തുന്നത്. ഈ ഒരു മെഷീനറിക്ക് ഇത്ര രൂപയായി. അതാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് കോസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പറയുന്നത്, ഡ്യുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡ്യുവൽ സിം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, 2 സിം അങ്ങനെ പറയാറുണ്ട്. ഇവിടെ ബിസിനസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏതൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ഉണ്ടെന്നുള്ളതാണ് ഡ്യുവൽ ആസ്പെക്ട്. ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും 2 ആസ്പെക്ട് ഉണ്ടായിരിക്കും. ഒരു ഇൻക്രീസിങ് ആസ്പെക്ട് അല്ലെങ്കിൽ ഡിക്രീസിങ് ആസ്പെക്ട്, അല്ലെങ്കിൽ 2 ഡിക്രീസിങ് ആസ്പെക്ട്, അല്ലെങ്കിൽ 2 ഇൻക്രീസിങ് ആസ്പെക്ട് എന്നൊക്കെ ഉള്ളത്. ഈ ആസ്പെക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത്. എന്താണ് ആ ഇൻക്രീസിങ് ആസ്പെക്ട് അല്ലെങ്കിൽ എന്താണ് ആ ഡിക്രീസിങ് ആസ്പെക്ട്? ഉദാഹരണത്തിന് എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഞാൻ കുറച്ച് കമ്പ്യൂട്ടറുകൾ വാങ്ങി. ആ കമ്പ്യൂട്ടറുകൾ വാങ്ങിച്ചത് ഏകദേശം 1,50,000 രൂപയ്ക്കാണ് കമ്പ്യൂട്ടറുകൾ ഞാൻ വാങ്ങിയത്. അപ്പോൾ പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ റുപ്പീസ് 1,50,000 എന്നാണ് ആ ട്രാൻസാക്ഷനെ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ആദ്യം എഴുതി പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ 1,50,000. അതിൽ എന്താണ് കൂടിയത്, എന്താണ് കുറഞ്ഞത്? ഇവിടെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഓർക്കേണ്ട കാര്യം, നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് സ്ഥാപനത്തിന്റെ കണക്കാണ്. സ്ഥാപനം കുറച്ച് കമ്പ്യൂട്ടർ വാങ്ങിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, എന്ത് കൂടി, എന്ത് കുറഞ്ഞു? അവിടെ 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, സ്ഥാപനത്തിന് കുറച്ച് കാശ് നഷ്ടമായി. 1,50,000 രൂപ കാശ് സ്ഥാപനത്തിൽ നിന്നും പോയി. പകരം എന്തു വന്നു? അപ്പൊ കാശ് ഡിക്രീസ് ചെയ്തു, കുറഞ്ഞു. പകരം കമ്പ്യൂട്ടർ വന്നു, കമ്പ്യൂട്ടർ സ്ഥാപനത്തിലേക്ക് വന്നു. അപ്പോൾ അതിനർത്ഥം കമ്പ്യൂട്ടർ കൂടി, അതോടൊപ്പം തന്നെ ക്യാഷ് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെയും പറയുന്നത്. 2 ആസ്പെക്റ്റിൽ ഒന്ന് കൂടി, ഒന്ന് കുറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു ട്രാൻസാക്ഷൻ ആണ് പ്രശാന്ത് സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് 10 lakh. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 10 ലക്ഷം രൂപയാണ്. അപ്പൊ എന്റെ ബിസിനസ്സിന് എന്ത് സംഭവിച്ചു? ആ സ്ഥാപനത്തിലേക്ക് കാശ് വന്നു. അതോടൊപ്പം തന്നെ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ.
അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ ക്യാപിറ്റൽ ആ സ്ഥാപനത്തിന് എന്ത് സംഭവിച്ചു? ആ സ്ഥാപനത്തിന് ക്യാഷ് കിട്ടി, ക്യാഷ് ഇൻക്രീസ് ചെയ്തു, അതോടൊപ്പം തന്നെ ക്യാപിറ്റലും കിട്ടി. അപ്പോൾ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്തു. അതാണ് രണ്ട് ആസ്പെക്ട്, ഒന്ന് ക്യാപിറ്റൽ, ഒന്ന് ക്യാഷ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത തുക ക്യാപിറ്റൽ ആണ്, അത് കൂടി, അതോടൊപ്പം തന്നെ കാശും കൂടി, കാരണം ക്യാഷ് ആണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും രണ്ട് ആസ്പെക്ട് ഉണ്ട്. ആ രണ്ട് ആസ്പെക്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. എവറി ട്രാൻസാക്ഷൻ ഹാവ് ടു ആസ്പെക്ട്. നമ്മൾ ഇനി ഡെബിറ്റ് ക്രെഡിറ്റ് റൂളൊക്കെ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വരേണ്ടതാണ് എന്നുള്ളത് കൂടെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു കോൺസെപ്റ്റ് പറയുന്നത് റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്നാണ്. എന്താണോ യഥാർത്ഥത്തിൽ അവിടെ റവന്യൂ ആയിട്ട് ഉണ്ടായിട്ടുള്ളത് അതിനെ നമ്മൾ റിയലൈസ് ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട്, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ റവന്യൂ ഈസ് കൺസിഡേർഡ് ടു ഹാവ് ബീൻ റിയലൈസ്ഡ് വെൻ ദ ട്രാൻസാക്ഷൻ ഹാവ് ബീൻ എൻഡേർഡ് ആൻഡ് ദ ഒബ്ലിഗേഷൻ ടു റിസീവ് ദ എമൗണ്ട് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. എപ്പോഴാണോ ആ ഒരു തുക നമുക്ക് കാശ് പ്രോഡക്റ്റ് വിറ്റിട്ട് കിട്ടുന്നത്, സ്ഥാപനത്തിലേക്ക് വരുന്നത്, അപ്പോൾ മാത്രം റവന്യൂ ഉണ്ടായിട്ടുണ്ട് എന്ന് റിയലൈസ് ചെയ്യുക. അല്ലാതെ കിട്ടും എന്നുള്ളത് കരുതിക്കൊണ്ട് ഒരിക്കലും നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഏകദേശം 50,000 രൂപയുടെ പ്രോഡക്റ്റ് വിറ്റു, അതിൽ 25,000 രൂപ കിട്ടിയതിനെ നമ്മൾ രേഖപ്പെടുത്തുക, അതിനെ റിയലൈസ് ചെയ്യുക. അല്ലാതെ 50,000 റിയലൈസ് ചെയ്തു എന്ന് എഴുതരുത്. എത്രയാണോ കിട്ടിയിട്ടുള്ളത് ആ തുകയെ കറക്റ്റായിട്ട് റവന്യൂ കിട്ടിയതായിട്ട് കാണിക്കുക. അതാണ് റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്, അല്ല എങ്കിൽ റിയലൈസേഷൻ കോൺസെപ്റ്റ്. അടുത്തൊരു കോൺസെപ്റ്റ് പറയുന്നത് മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. നമ്മുടെ റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റിന്റെ തുടർച്ചയാണ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഏതൊരു ട്രാൻസാക്ഷനും ഏതൊരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസിലും കുറച്ച് തുക ചെലവാക്കിയാൽ മാത്രമേ നമുക്ക് റവന്യൂ കിട്ടുകയുള്ളൂ. ഉദാഹരണത്തിന് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് തുക അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു വെജിറ്റബിൾ ഷോപ്പാണ് തുടങ്ങിയതെന്ന് വയ്ക്കുക. ഒരു ടെൻ്റൊക്കെ അടിച്ച് കുറച്ച് വെജിറ്റബിൾസ് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഏകദേശം ഒരു 25,000 രൂപയുടെ വെജിറ്റബിൾസ് ഞാൻ വാങ്ങി. അത് ഞാൻ വിൽക്കുകയാണ്. വരുന്ന ഓരോരോ കസ്റ്റമേഴ്സിന് ഞാൻ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമായപ്പോഴേക്കും എല്ലാ പച്ചക്കറിയും വിറ്റ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടുന്ന തുക ഏകദേശം ഒരു 35,000 രൂപയാണെന്ന് കരുതുക. 35,000 രൂപയാണെന്ന് കരുതുക. അപ്പോൾ 25,000 മുടക്കി എനിക്ക് കിട്ടിയ വരുമാനം റവന്യൂ എത്രയാണ്? 35,000 ആണ്. അപ്പോൾ ഇത് നമ്മൾ മാച്ച് ചെയ്യണം. കാരണം എത്ര രൂപ മുടക്കിയോ അതിൽ എത്ര രൂപയാണ് നമുക്ക് വരുമാനം ഉള്ളതെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ബിസിനസ് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമുള്ളൂ. ശരിയല്ലേ? അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസിലും അതിന് ഒരു റവന്യൂ ഉണ്ടെങ്കിൽ അതിന് ചിലവായ തുക നമ്മൾ അതുമായിട്ട് മാച്ച് ചെയ്യണം എന്നുള്ളതാണ് മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത്. ദ മാച്ചിങ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് expenses incurred in an accounting period should be matched with the revenues during this period. ആ ഒരു വർഷത്തെ റവന്യൂവുമായിട്ട് നമ്മൾ അതിനെ താരതമ്യം ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു വർഷത്തെ ചെലവുകൾ റവന്യൂവുമായിട്ട് കമ്പയർ ചെയ്യണം. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത്. അടുത്തൊരു കോൺസെപ്റ്റ് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. പലപ്പോഴും നിങ്ങൾ പത്രങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ചില ബിസിനസ് സ്ഥാപനങ്ങളുടെ ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ചില ഘട്ടങ്ങളിൽ അവരെന്ത് ചെയ്യും, പത്രങ്ങളിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ഒരു വർഷത്തിന്റെ അവസാനം അവർ ഈ പറയുന്ന ബാലൻസ് ഷീറ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തുറന്നു കാണിക്കുക, പൂർണ്ണമായിട്ടും അത് വ്യക്തമാക്കുക. ഇവിടെ നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ എല്ലാ വിവരങ്ങളും, എല്ലാ അക്കൗണ്ടിങ് ഇൻഫർമേഷനും അതിന് ആവശ്യക്കാർ ഒത്തിരി ഉണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പഠിച്ചു കഴിഞ്ഞു. അവർ ആരൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. അവർക്ക് ഈ ഒരു വിവരം കിട്ടേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗവൺമെന്റിന് ഒരു ബിസിനസിന്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് അറിയണം. കാരണം ആ ബിസിനസ്സിൽ നിന്നുള്ള കറക്റ്റ് ടാക്സിന്റെ എമൗണ്ട് വാങ്ങിക്കാൻ. അതുപോലെ തന്നെ ആ ബിസിനസിന്റെ ഓണറിന് ആ ബിസിനസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം അതിനെക്കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള തീരുമാനം എടുക്കാൻ, ഈ ബിസിനസ് ഇനി തുടർന്ന് പോകണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാൻ. അപ്പോൾ ഇവിടെ പറയുന്ന ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് ബിസിനസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പൂർണ്ണമായിട്ടും അതിന്റെ യൂസേഴ്സിലേക്ക് എത്തിക്കുക. ഫുൾ ഡിസ്ക്ലോഷർ അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഉണ്ട്.
അടുത്ത് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി വി ക്യാൻ യൂസ്, തുടർച്ചയായിട്ട് നമ്മൾ അത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങൾ മാറ്റിവെച്ചിട്ട് അക്കൗണ്ടിങ്ങിലെ പ്രിൻസിപ്പിൾസ് തുടർച്ചയായിട്ട് ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു യൂണിഫോമിറ്റി, ഒരു ഐക്യത എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുകയുള്ളൂ. എല്ലാ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഉണ്ടാവുകയുള്ളൂ. അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ വെച്ചിട്ട് കള്ളക്കണക്കുകൾ എഴുതി ചേർക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഉള്ള എമൗണ്ടിനെ കുറച്ച് കാണിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ എന്താണോ ഉണ്ടായിട്ടുള്ളത് ആ ഒരു ട്രാൻസാക്ഷൻ കറക്റ്റ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് റൂൾസ് ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യണമെന്നുള്ളതാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറയുന്നത്. ഇവിടെ ലാസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്, കൺസിസ്റ്റൻസി എലിമിനേറ്റ്സ് ദ പേഴ്സണൽ ബയാസ്, ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് റിസൾട്ട്സ് ദാറ്റ് ആർ കമ്പയറബിൾ. അപ്പോൾ നമ്മൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്താണോ, അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേപടി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പെർഫോമൻസിനെ മറ്റൊരു സ്ഥാപനത്തിന്റെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു വർഷത്തെ പെർഫോമൻസിനെ തന്നെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി അനാലിസിസ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. അടുത്തൊരു കോൺസെപ്റ്റ് പറയുന്നത് കൺസർവേറ്റിസം കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രുഡൻസ് കോൺസെപ്റ്റ് എന്നാണ്. കൺസർവേറ്റിസം എന്ന് അതിനർത്ഥം എന്താണ്? പ്രൊട്ടക്ട് ചെയ്യുക. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. നമുക്ക് ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാകും എന്ന് കരുതി, ഫ്യൂച്ചറിൽ നല്ലൊരു തുക പ്രോഫിറ്റ് ഉണ്ടാകും എന്ന് കരുതി നമ്മൾ ഒരിക്കലും തെറ്റായ ഒരു ഇൻഫർമേഷൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ പാടില്ല. എന്താണോ ആക്ച്വലി ഉണ്ടാകുന്നത് അതിനെ രേഖപ്പെടുത്തുക. പക്ഷേ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ, തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത്. അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾ എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ എത്ര രൂപയാണോ പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടായത് അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുക. അല്ലാതെ മറിച്ച് ഇത്രയും രൂപ, എനിക്കൊരു 50 ലക്ഷം രൂപ അടുത്ത വർഷത്തിൽ പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് കരുതി അതിനെ അങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ എത്രയാണോ ആക്ച്വലി ഉണ്ടാകുന്നത് അതിനെ റെക്കോർഡ് ചെയ്യുക. പക്ഷെ നമുക്ക് ലോസസിനെ, ഉണ്ടാകാൻ സാധ്യതയുള്ള ലോസസിനെ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഉള്ള പ്രോഫിറ്റിന്റെ തുക ഉപയോഗിച്ചുകൊണ്ട് ആ ലോസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത്. കൂട്ടുകാരെ, മറ്റൊരു കോൺസെപ്റ്റ് ആണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. മെറ്റീരിയാലിറ്റിയും ഇമ്മെറ്റീരിയാലിറ്റിയും രണ്ടും രണ്ടാണ്. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഹാവിങ് സം മെറ്റീരിയൽ ഫാക്ട്സ്. ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ അതിന് ചില എവിഡൻസിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ ഫാക്ട്സിന്റെ ആവശ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മെറ്റീരിയൽ ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കലും ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എപ്പോഴും മെറ്റീരിയൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, എന്ത് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ പുറകിലുള്ള മെറ്റീരിയൽ ഫാക്ട്സ് നോക്കുക, യഥാർത്ഥ സത്യം നോക്കുക. അത് നോക്കിയിട്ട് വേണം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ. അടുത്ത് പറയുന്നത് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് ആണ്. അവസാനത്തെ കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റിലെ അവസാനത്തെ കോൺസെപ്റ്റ് ആണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് പറയുന്നത് ഇത്രയും ഉള്ളൂ, ഒരിക്കലും നമ്മുടെ ട്രാൻസാക്ഷൻസ്, ബിസിനസ് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുമ്പോൾ സബ്ജക്റ്റിവിറ്റി വരാൻ പാടില്ല. പേഴ്സണൽ ഒപ്പീനിയൻസിന് പ്രാധാന്യം കൊടുക്കരുത്. മറിച്ച് എന്താണോ അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഒരിക്കലും നമ്മുടെ പേഴ്സണൽ വ്യൂസിന് അവിടെ പ്രാധാന്യം നൽകരുത് എന്നുള്ളതാണ്. ഇവിടെ പറയുന്നുണ്ട്, ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അക്കൗണ്ടിങ് ഷുഡ് ബി ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ്. വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ഒപ്പീനിയനിൽ നിന്നും അത് വളരെ വ്യത്യസ്തമായിരിക്കണം എന്നുള്ളതാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആയ ഒബ്ജക്റ്റിവിറ്റി പറയുന്നത്. സോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ വയ്ക്കാൻ പാടില്ല. അതോടെ ലാസ്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്, എപ്പോഴും നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം ഉണ്ടോ, ക്യാഷ് മെമ്മോയോ ഇൻവോയ്സോ അല്ലെങ്കിൽ റെസീറ്റുകളോ അതിന്റെ അടിസ്ഥാനത്തിൽ അത് തെളിവായിട്ട് വെച്ചിട്ട് വേണം ട്രാൻസാക്ഷൻസ് ഓരോന്നും റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ അവിടെ ഒരിക്കലും സബ്ജക്റ്റിവിറ്റി വരത്തില്ല, കറക്റ്റ് എവിഡൻസസ് അവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. കൂട്ടുകാരെ, ഏകദേശം 13ഓളം അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുള്ളത്. അപ്പോൾ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, ബിസിനസ് ലൈഫിൽ വളരെ അത്യാവശ്യമായി ഓർത്തിരിക്കേണ്ട, ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക്
കൂട്ടുകാരെ, നമുക്ക് അക്കൗണ്ടിങ്ങിലെ ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതാണ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് പറയുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് അക്കൗണ്ടിങ്ങിലെ ബിസിനസ് ട്രാൻസാക്ഷൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഒന്ന് ക്യാഷ് ബേസിസും രണ്ട് അക്രൂവൽ ബേസിസും എന്നാണ്. ഓക്കെ, എന്താണ് ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്? അണ്ടർ ദിസ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയ്ഡ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ് ആൻഡ് നോട്ട് വെൻ ദ റെസീറ്റ് ഓർ പേയ്മെന്റ് ബിക്കംസ് ഡ്യൂ. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ക്യാഷ് ബേസിസിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ എത്ര രൂപയുടെ ക്യാഷാണ് പ്രോഡക്റ്റ് വിറ്റപ്പോൾ നമുക്ക് സെയിൽ ചെയ്തപ്പോൾ കിട്ടിയത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി, മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതിന് വേണ്ടി ചിലവാക്കിയത്, ആ ചിലവാക്കിയ തുക അല്ലെങ്കിൽ കിട്ടിയ തുക മാത്രം റെക്കോർഡ് ചെയ്യുക. മറിച്ച് നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ക്യാഷ് ബേസിസ് പറയുന്നത്. സ്വാഭാവികമായിട്ടും പല ബിസിനസ് സ്ഥാപനങ്ങളും ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും മാറി മാറി ഫോളോ ചെയ്യാറുണ്ട്. എങ്കിലും ക്യാഷ് ബേസിസ് പറയുന്നത് എത്ര രൂപയാണോ സ്ഥാപനത്തിലേക്ക് വന്നത്, പ്രോഡക്റ്റ് വിൽക്കുന്നത് വഴി വന്നത്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടി ചെലവാക്കിയത്, ആ ചെലവാക്കിയ തുക അല്ലെങ്കിൽ വാങ്ങിച്ച തുക അത് മാത്രം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനെയാണ് ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്. അക്രൂവൽ ബേസിസ് ആണെങ്കിലോ ഇവിടെ പറയുന്നത് ക്യാഷ് ബേസിസിന് ഓപ്പോസിറ്റ് ആണ്. നമുക്ക് എത്ര കിട്ടും ഭാവിയിൽ, ആ ഒരു അക്കൗണ്ടിങ് പീരീഡിനകത്ത് എത്ര രൂപ കിട്ടും, അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിനകത്ത് എത്ര രൂപയാണ് റെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര രൂപയാണ് നമുക്ക് വിറ്റ് കിട്ടാനുള്ളത്, ആ ക്രെഡിറ്റ് ആയാലും ക്യാഷ് സെയിൽസ് വഴി എത്ര രൂപയാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, അതടക്കം നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ അക്രൂവൽ ബേസിസ് എന്നാണ് പറയുന്നത്. അണ്ടർ ദിസ് അക്രൂവൽ ബേസിസ് റവന്യൂ ആൻഡ് കോസ്റ്റ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ദി പീരീഡ് ഇൻ വിച്ച് ദേ ഒക്കർ റാദർ വെൻ ദേ ആർ പെയ്ഡ്. കിട്ടുമ്പോഴല്ല, മറിച്ച് ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ കിട്ടാൻ സാധ്യതയുള്ള എല്ലാ റവന്യൂവും അല്ലെങ്കിൽ കൊടുത്തു തീർക്കേണ്ട എല്ലാ എക്സ്പെൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ അക്രൂവൽ ബേസിസ് എന്നാണ് പറയുന്നത്. പൊതുവെ നമ്മുടെ കമ്പനി ബുക്സ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ അക്രൂവൽ ബേസിസ് ആണ് ഫോളോ ചെയ്യാറുള്ളത് എന്നുള്ളത് വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും കണക്കുകൾ തയ്യാറാക്കുമ്പോഴും അത് മനസ്സിലാകും. അപ്പോൾ രണ്ട് രീതിയിൽ റെക്കോർഡ് ചെയ്യാം. കിട്ടിയതും കൊടുത്തതും നമുക്ക് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ബേസിസ് എന്നും, കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും ചേർത്ത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അക്രൂവൽ ബേസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ബേസിസ് ഓഫ് അക്കൗണ്ടിങ് രണ്ട് രീതിയാണ്, ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും. ഇനി വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഓരോ ബുക്സ് ഓഫ് അക്കൗണ്ട്സും തയ്യാറാക്കുമ്പോൾ, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും ബാലൻസ് ഷീറ്റും അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആയിട്ട് ഓരോ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാത്തരം അക്കൗണ്ടുകൾ, സ്റ്റേറ്റ്മെന്റുകളൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യേണ്ട കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫോറിൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഉണ്ട്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഉണ്ട്. അത് എന്നാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടൺ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് യൂണിഫോം അക്കൗണ്ടിങ് റൂൾസ് and guidelines or practices for preparing the uniform and consistent financial statement. നമുക്ക് തുടർച്ചയായിട്ട് ഒരേപോലെ നമ്മുടെ ബിസിനസിന്റെ അക്കൗണ്ടുകൾ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ്, പല വഴികാട്ടികൾ അല്ലെങ്കിൽ പ്രാക്ടീസസ്, എങ്ങനെയാണ് ഓരോ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്ന റിട്ടൺ സ്റ്റേറ്റ്മെന്റുകളാണ് ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും. നമുക്ക് ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഏകദേശം പല രീതിയിലായിട്ട്, നമ്മൾ ഇന്ത്യൻ ആയാലും ഫോറിൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡായിട്ടും ഏകദേശം 20 മേളിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന്. അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ ഓരോ കണക്കുകളും രേഖപ്പെടുത്തി അക്കൗണ്ടുകൾ തയ്യാറാക്കുമ്പോൾ ആ ഓരോ അക്കൗണ്ടുകളും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളും തയ്യാറാക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നതാണ് ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ. അപ്പോൾ അതിന് കുറെ യൂസസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ യൂട്ടിലിറ്റി ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഒന്നാമത്തെ ഉപയോഗം പറയുന്നത് ടു പ്രൊവൈഡ് ദ നോംസ് ഓൺ ദി ബേസിസ് ഓഫ് വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഷുഡ് ബി പ്രിപ്പയർഡ്. ഒരു സ്ഥാപനത്തിന്റെ ഫൈനൽ അക്കൗണ്ട്സ്, ഒരു വർഷത്തിന്റെ അവസാനമുള്ള അക്കൗണ്ട്സ് എങ്ങനെ തയ്യാറാക്കണമെന്ന്
വളരെ വ്യക്തമായിട്ട് പറയുന്നത്, അതിനുള്ള നോംസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിന്റെ ക്രൈറ്റീരിയകൾ പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വഴിയാണ്. അത് ഓർത്തിരിക്കുക. അപ്പോൾ ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 മുതൽ അവസാനം വരെയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ നോക്കിയാൽ ഓരോന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന മാർഗരേഖകളാണ്. അതുകൊണ്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രാക്ടീസ് ആയിട്ട് പറയുന്നത്, ഗൈഡ് ലൈൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കുറെ നോംസ് പറഞ്ഞു തരുന്നു. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇറ്റ് ക്രിയേറ്റ്സ് ദ കോൺഫിഡൻസ് എമംഗ് ദി യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ബിക്കോസ് ദേ ആർ റിലയബിൾ. നമുക്ക് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അത് ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ നല്ലൊരു കോൺഫിഡൻസ് കൂട്ടുന്നുണ്ട്. കാരണം പണ്ട് കാലങ്ങളുള്ള അതിനുള്ളതിനെക്കാളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്നത്തെ കാലത്ത് ബിസിനസ് സ്ഥാപനങ്ങളിൽ ഈ അക്കൗണ്ടുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത്, ഈ അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ്. കാരണം അത് ഒരുപോലെയാണ് എല്ലാ രാജ്യങ്ങളിലും ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ചില മോഡിഫിക്കേഷൻ വരുത്തി മാത്രം ചില രാജ്യങ്ങൾ അതിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഏകദേശം ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന്, ഏകദേശം നല്ലൊരു റിസൾട്ട്, ഒരുപോലത്തെ റിസൾട്ട് കൊണ്ടുവരുന്നതിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത് പറയുന്ന ഒരു ഉപയോഗം, ഇറ്റ് ഹെൽപ്സ് അക്കൗണ്ടൻസ് ടു ഫോളോ ദ യൂണിഫോം അക്കൗണ്ടിങ് പ്രാക്ടീസസ് ആൻഡ് ഹെൽപ്സ് ഓഡിറ്റേഴ്സ് ഇൻ ഓഡിറ്റിംഗ്. അപ്പോൾ ഒരു ഓഡിറ്റർക്ക് തന്റെ ഡ്യൂട്ടി പെട്ടെന്ന് തീർക്കുന്നതിന്, ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു വർഷത്തിന്റെ അവസാനം ആ സ്ഥാപനത്തിന്റെ കണക്ക് വിവരങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വരുന്ന ഒരാളാണ്. കറക്റ്റ് ആയിട്ട് അക്കൗണ്ടിങ് റൂൾസ് ഉപയോഗിച്ചാണോ ഈ അക്കൗണ്ടുകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്, എന്തെങ്കിലും വിവരങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, അതോ കള്ളത്തരങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ മാഡത്തിന്റെ ജോലി എളുപ്പമാകുന്നത് എങ്ങനെയാണ്? ഈ കണക്കുകൾ വളരെ കൃത്യമായിട്ട് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആ ഓഡിറ്ററിന്റെ ജോലി വളരെ എളുപ്പമാണ്. ഇറ്റ് എൻഷുവേഴ്സ് ദ യൂണിഫോമിറ്റി ഇൻ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബൈ ഫോളോയിങ് ദ യൂണിഫോം പ്രാക്ടീസസ്. കേരളത്തിന്റെ തെക്കേറ്റത്തെ മൂലയിലായാലും കാശ്മീരിന്റെ അറ്റത്ത് ഉള്ള ഒരു ഏരിയയിലായാലും അവിടുത്തെ ബിസിനസ് മാൻ അല്ലെങ്കിൽ ബിസിനസ് പീപ്പിൾസ് ഫോളോ ചെയ്യുന്നത് പോലെ തന്നെയാണ് കേരളത്തിലും അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിലും ഈ അക്കൗണ്ടിങ് റൂൾസ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരു യൂണിഫോമിറ്റി, കണക്കുകൾ തയ്യാറാക്കുന്നതിലും അത് പ്രസന്റ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്ന രീതിയിലും ഒരുപോലെ തന്നെ ആയിരിക്കും അവർ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ തയ്യാറാക്കുന്നത്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും ബാലൻസ് ഷീറ്റ് ആയാലും ഒരുപോലെ ഒരേ ഫോർമാറ്റിൽ തന്നെയാണ് അവർ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് യൂണിഫോമിറ്റി കൊണ്ടുവരുന്നു. ഒരേ മാതൃകയിൽ ഒരുപോലെ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പം. കമ്പയർ ചെയ്യുന്നതിനും അതിനെക്കുറിച്ച് ആ ബിസിനസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഇന്ന് ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് അമേരിക്കൻ കമ്പനിയുടെ വിവരവും അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യൻ കമ്പനിയുടെ വിവരവും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കും. അതാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ യൂസ്. ഇനി നമുക്ക് ഒരു ചെറിയ ഹിസ്റ്ററി ആണ് അറിയേണ്ടത്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലെയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ മാത്രമാണ്. പൂർണ്ണമായിട്ട് മോഡിഫൈ ചെയ്തതല്ല, ചെറിയ ചേഞ്ചസ് വരുത്തിയാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് ഡെവലപ്പ് ചെയ്തത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തതെന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഇൻ ഇന്ത്യ ആണ്. അത് 21 ഏപ്രിൽ 1977 കൊണ്ടുവരുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിനകത്തുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ അക്കൗണ്ടൻസിന്റെ തന്നെ പ്രൊഫഷണൽ ബോഡിയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ, ICAI. അതിനകത്ത് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ അക്കാഡമിഷ്യൻസ് ഉണ്ട്, എക്സ്പെർട്ട് ആയിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്, മറ്റ് പ്രൊഫഷണൽ ബോഡികളിൽ നിന്നുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരെല്ലാം ചേർന്ന് രൂപീകരിച്ച ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് രൂപം നൽകിയത്. അത് 21 ഏപ്രിൽ 1977 അപ്പോൾ കൂട്ടുകാരെ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വരുന്നത് 1977 ഏപ്രിൽ 21 അതിൽ ഇന്ത്യയിലെ തന്നെ പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ അതിലെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ലെസന്റെ അവസാനത്തെ ഭാഗമായ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്
വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികൾ അവരുടെ ബിസിനസ്സിൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ടു മെയിൻറ്റെയിൻ ദ യൂണിഫോമിറ്റി ആൻഡ് ദ യൂസ് ഓഫ് സെയിം ഓർ സിംഗിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യലി റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ഡെവലപ്ഡ് ബൈ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോറം. ഇപ്പോൾ ലോകത്തെമ്പാടും ഏകദേശം ഒരുപോലെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ വളരെ വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS. സോ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള കൂട്ടുകാർക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനും ഉപയോഗമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.